ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലക്ഷ്മി, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ട്. ലക്ഷ്മിയുടെ ബ്രദർ ബിനീഷ് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയത്. ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട്. ഇൻറ്റീരിയറൊക്കെ നല്ല കുറേ നമ്മളുടെ പഴയ സിനിമകളിലെ ഫുള്ള് ഡയലോഗ്സ്, പടച്ചോനെ നിങ്ങൾ കാത്തോളീൻ, അതേപോലെ നല്ല സുലൈമാനിയുടെ കഥ, പിന്നെ റോഡ് റോളർ, നമ്മുടെ താമരശ്ശേരി ചുരം, അങ്ങനെയുള്ള ഫണ്ണി ആയിട്ടുള്ള കുറേ ഡയലോഗ്സൊക്കെ വെച്ച് ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു കിഴി പൊറോട്ട, അതേപോലെ പാൽക്കപ്പ നല്ല ക്രീമിയാണ് കേട്ടോ, നല്ല ക്രീമി മാഷ്ഡ് പൊട്ടറ്റോ പോലെ നല്ല ക്രീമി ടെക്സ്ചറാണ്. അതേപോലെ അതിൻ്റെ മേലെ ബീഫാണ് സേവ് ചെയ്തേക്കുന്നത്. ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ് എനിക്ക് മറ്റേ പോത്തി പൊറോട്ടയല്ല, കിഴി പൊറോട്ട വാങ്ങിച്ചത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നല്ല ക്രീമി ആയിട്ട് കപ്പയുടെ പീസസ്, ചിലയിടത്തൊക്കെ ചില പീസസ് കാണാൻ പറ്റും. ഇതിൽ അങ്ങനെയൊന്നുമില്ല, ഫുള്ളി മാഷ്ഡ് ആയിട്ട്. അതിൻ്റെ മേലെ നല്ല ബീഫിൻ്റെ റോസ്റ്റ് കേട്ടോ, സെമി ഗ്രേവി എന്ന് പറയാം. ചിക്കൻ കിഴി പൊറോട്ട, സോറി, കിഴി പൊറോട്ട. Look at this, guys. അതിൻ്റെ കൂടെ നമ്മളൊരു പൈനാപ്പിളിൻ്റെ മൊഹിത്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല സുഖമുണ്ടായി. ഈ ചൂട് സമയത്തേ അതങ്ങ് കുടിച്ചപ്പോഴത്തേക്കും ആഹാ, ഉള്ളിലൊക്കെ അങ്ങോട്ട് തണുപ്പ് കയറിയിട്ട് അയ്യോ എന്താ സുഖം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, പൈനാപ്പിൾ മൊഹിത്തോ. ഇത് ഞാൻ എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, മൊഹിത്തോ പല സ്ഥലങ്ങളിൽ നിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിളിന് നല്ല ഫ്രഷ് പ്യൂരി യൂസ് ചെയ്തിട്ടാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. പലയിടത്തും എസൻസ് ഇട്ടിട്ടൊക്കെയാണ് തരാറുള്ളത്. നോർമൽ ഒരു കുലുക്കി സർബത്തും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ആസ് യൂഷ്വൽ അത്ര വലിയ എടുത്ത് പറയാനൊന്നുമില്ല. പക്ഷേ ഈ പൈനാപ്പിളിൻ്റെ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഫ്രൈയും ഇതൊക്കെ ഒരു നോർമൽ ലസ്സിയും കൂടി ആയിട്ടാണ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അന്നത്തെ ഫുഡടി കഴിഞ്ഞു. അവിടെ നിന്ന് പതുക്കെ വൈൻഡപ്പ് ചെയ്തു. ഈ ഷോപ്പിലുണ്ടല്ലോ എല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മുടെ പോക്കറ്റിലധികം കാശ് ചിലവില്ലാണ്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റും. ഫുഡ് അത്യാവശ്യം ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഈ സ്ഥലം ഞാൻ പറയാൻ വിട്ടുപോയി, ന്യൂ മൂവിയിലാണേ.